ഗൈസ്, അപ്പം നിങ്ങൾക്ക് വേണ്ടി 2 റെസിപ്പീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ടൊരു ബൗളിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ കൂടി അതിലോട്ട് ആഡ് ചെയ്ത് നല്ലോണം ചിക്കൻ ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു തവ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനിട്ട് കുക്ക് ചെയ്യാം. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം, എന്നാലാണ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കര സോഗിയായി പോവും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് കുക്കാവുന്നുണ്ട്. അതാ നമുക്കിങ്ങനെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനിലോട്ട്. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ സെയിം ഓയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ സെയിം ഓയിലിലോട്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ, ലോ ഫ്ലെയിമിട്ട് ചെയ്താൽ മതി. അതിന് ശേഷം ഞാനിവിടെ നമ്മൾ ഗ്രീൻ ഒണിയൻ്റെ വൈറ്റ് പാർട്ടിലെ അത് ഇട്ട് കൊടുക്കുക. അതില്ലാത്തവർക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ടാലും മതി. ഇനി ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് സവാള കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇട്ടിട്ട് ആ മസാലയിൽ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓണിയനൊക്കെ സവാളയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ, നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ കുക്കായി വന്നതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഓൾറെഡി മസാല ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് കുക്കായതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുക, അല്ലെങ്കിൽ വിനീഗർ ചേർത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ അതില്ലാത്തതുകൊണ്ട് ചെറുനാരങ്ങ നീര് ചേർത്തത്. നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും നല്ലൊരു കോംബോ ആണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുക്കനെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് മന്തിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതായത് 250 ml ആണ്. അത്രയും ബസ്മതി റൈസ് ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാബേജ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതം കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉള്ളൂ കേട്ടോ, നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാബേജ് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുക. അതിനായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും മതി. സിമ്പിൾ മാരിനേഷനാണ്, പക്ഷെ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. നമ്മൾ ക്ലീൻ ആക്കി വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുള്ളൂ. നല്ല വലുതാണ്, അപ്പോൾ അത്രയും മതി. പിന്നെ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഒരു 95% കുക്കായാൽ മതി കേട്ടോ റൈസ്. ഇനിയൊരു ഞാൻ ബിരിയാണി പോട്ടിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബിരിയാണി പോട്ടിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് എഗ്ഗാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഇട്ടപ്പോൾ അതിൻ്റെ തൊണ്ടയിലോട്ട് വീണ് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് അവിടെ മുട്ട നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട കുക്കായിട്ടുണ്ട്. അതിലോട്ട് ഉപ്പൊക്കെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മുട്ട മാറ്റിയതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് പ്രോൺസ് ഇട്ട് കുക്ക് ചെയ്യാം. നമ്മളിതുപോലെ ചിക്കനും പ്രോൺസ് എന്തൊക്കെ ലൈക്ക് ഫ്രൈഡ് റൈസിലോട്ട് കുക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് കുക്ക് ചെയ്താൽ മതി. അതാകുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കൂടി
നമ്മുടെ ഫ്രൈഡ് റൈസിൽ കിട്ടും. അങ്ങനെ പ്രോൺസ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഈ ആ ഓയിലോട്ട് കുറച്ചുകൂടി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതില്ലെങ്കിൽ ഷാലഡ്സ് ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ലോണം അത് കുക്കായതിനു ശേഷം നമുക്ക് ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കാം. എന്നിട്ട് അതും ഹൈ ഫ്ലെയിമിട്ട് നല്ലോണം കുക്കാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടയും പ്രോൺസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഷെസ്വാൻ ചട്നിയാണ് ചേർക്കുന്നത്. ഇതിനൊക്കെ പകരം സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും ചില്ലി സോസിനും പകരമായിട്ട് ഷെസ്വാൻ ചട്നി ചേർത്തേക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നല്ലോണം കുക്കാക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് റൈസ് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ആക്കാം. കുത്തനെ ഉടയ്ക്കരുത്. ഇങ്ങനെ എന്താ പറയുക, ബിരിയാണിയൊക്കെ ആക്കുന്ന പോലെ ആക്കിയാൽ മതി. ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.